നമസ്കാരം, ന്യൂസ് കേരള ടുഡേ ബിഗ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ട്രംപിന്റെ പ്രതികാരം. ഇന്ത്യൻ ചരക്കുകൾക്ക് 50% തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യക്ക് മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പകരം തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ചുമത്തിയ 25% പിഴച്ചുങ്കവും നിലവിലെ 25% പിഴച്ചുങ്കവും അടക്കം ഇന്നു മുതൽ 50% തീരുവ. തിങ്കളാഴ്ച അമേരിക്കൻ ആഭ്യന്തര സുരക്ഷാ മന്ത്രാലയം തീരുവ പ്രാബല്യത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനമിറക്കിയിരുന്നു. ഒരു രാജ്യം വീഴ്ത്തിയത് 7 യുദ്ധവിമാനങ്ങൾ. ഇന്ത്യ പാക് സംഘർഷത്തിൽ പ്രസ്താവനയുമായി ട്രംപ്. ഇന്ത്യ പാക് യുദ്ധത്തിൽ വീണ്ടും പ്രസ്താവനയുമായി എത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാവസ്ഥ അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടുവെന്നുള്ള സൂചന നൽകുന്ന പ്രസ്താവനയുമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നത്. ശത്രു രാജ്യത്തിന്റെ 5-ൽ കൂടുതൽ, അതായത് 7ഓളം യുദ്ധവിമാനങ്ങൾ ഇരു രാജ്യങ്ങളിൽ ഒന്ന് വീഴ്ത്തിയിട്ടുണ്ടെന്നും ട്രംപ് പറയുന്നു. എന്നാൽ ഏത് രാജ്യമാണ് യുദ്ധവിമാനങ്ങൾ തകർത്തതെന്ന് ട്രംപ് വിശദീകരിച്ചിട്ടില്ല. ലോകത്ത് 4 ഒരാൾക്ക് സുരക്ഷിതമായ കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന് ഐക്യരാഷ്ട്രസഭ. ലോകത്ത് 20 കോടിയിലധികം ആളുകൾക്ക് സുരക്ഷിതമായ കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചു. എല്ലാവർക്കും സുരക്ഷിതമായ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള പുരോഗതി വളരെ മന്ദഗതിയിലാണെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ ശിശു ഏജൻസി പുറത്തുവിട്ട കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ആഗോളതലത്തിൽ 4-ൽ ഒരാൾക്ക് സുരക്ഷിതമായ കുടിവെള്ളം ലഭിച്ചിരുന്നില്ല. വിവാഹിതയായ സ്ത്രീക്ക് ആശ്രിത നിയമന ആനുകൂല്യം നിഷേധിക്കാനാവില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. വിവാഹിതയായ മകൾക്കും ആശ്രിത നിയമനത്തിനുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കാനാവില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. ഉത്തർപ്രദേശിലെ ദിയോറിയ സ്വദേശിനി ചന്ദാദേവി നൽകിയ ഹർജി പരിഗണിച്ച് ജസ്റ്റിസ് മനോജ് കുമാർ ഗുപ്തയും ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്രയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. ഹർജിക്കാരിയുടെ അപേക്ഷ വീണ്ടും പരിഗണിച്ച് 8 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കാൻ ദിയോറയിലെ വിദ്യാഭ്യാസ ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. പഞ്ചാബിൽ കനത്ത മഴ, കുടുങ്ങിക്കിടന്ന 25 പേരെ രക്ഷപ്പെടുത്തി. സൈന്യം രക്ഷാപ്രവർത്തനം നടത്തിയതിന് തൊട്ടു പിന്നാലെ കെട്ടിടം തകർന്നു വീണു. പഞ്ചാബിൽ കനത്ത മഴ തുടരുന്നു. പത്താൻകോട്ട് ജില്ലയിലെ മധോപൂരിൽ കനത്ത മഴയിൽ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനായി ഇന്ത്യൻ സേന ഹെലികോപ്റ്റർ ഇറക്കിയ കെട്ടിടം തകർന്നു വീണു. തകർന്നു വീണ അപകടമുണ്ടായതിൽ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന 22 CRPF ഉദ്യോഗസ്ഥരടക്കം 25 പേരെ സേന രക്ഷപ്പെടുത്തി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ, ജമ്മുവിൽ മണ്ണിടിച്ചിലിൽ മരണം 30ആയി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുന്നു. മേഘവിസ്ഫോടനമുണ്ടായ ജമ്മു കാശ്മീരിലെ ഡോഡയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ശക്തമായ മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതായാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ബ്രേക്കപ്പ് ആയതിനു ശേഷം മറ്റൊരാളുടെ ഭാവി നശിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ബലാത്സംഗ കേസിൽ വേടന് മുൻകൂർ ജാമ്യം. വിവാഹ വാഗ്ദാനം നൽകി യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ വേടന് മുൻകൂർ ജാമ്യം നൽകി ഹൈക്കോടതി. കർശന ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം നൽകിയത്. ഓരോ കേസിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമെന്ന് ഹൈക്കോടതി പറഞ്ഞു. ബ്രേക്കപ്പ് ആയതിനു ശേഷം മറ്റൊരാളുടെ ഭാവി നശിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. മുൻകൂർ ജാമ്യം നിഷേധിച്ചാൽ നീതി നിഷേധമാകുമെന്ന് ഹൈക്കോടതി പറഞ്ഞു. സെപ്റ്റംബർ 9, 10 തീയതികളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ലൈംഗികമായി പീഡിപ്പിച്ചു. BJP നേതാവ് C കൃഷ്ണകുമാറിനെതിരെ പരാതിയുമായി യുവതി. BJP നേതാവിനെതിരെ പീഡന പരാതിയുമായി യുവതി രംഗത്ത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറിനെതിരെയാണ് യുവതി പരാതി നൽകിയത്. പാലക്കാട് സ്വദേശിനിയായ യുവതിയാണ് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ശേഖറിന് പരാതി നൽകിയത്. കൃഷ്ണകുമാർ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. ഓണാഘോഷത്തിനെതിരായ വർഗീയ പരാമർശം, അധ്യാപികയെ സസ്പെൻഡ് ചെയ്ത് സ്കൂൾ മാനേജ്മെന്റ്. സ്കൂളിലെ ഓണാഘോഷത്തിനെതിരെ വർഗീയ പരാമർശം നടത്തിയ സംഭവത്തിൽ അധ്യാപികയെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കി സ്കൂൾ മാനേജ്മെന്റ്. പെരുമ്പിലാവ് കല്ലുംപുറം സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപിക ഖദീജയാണ് ഓണാഘോഷം സ്കൂളിൽ വേണ്ടെന്നും ആഘോഷത്തിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികളെ പങ്കെടുപ്പിക്കരുതെന്നും വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ രക്ഷിതാക്കൾക്ക് ഓഡിയോ സന്ദേശം അയച്ചത്. AI ക്യാമറയ്ക്കെതിരായ ആരോപണം, VD സതീഷിന് തിരിച്ചടി. പൊതു താൽപര്യ ഹർജി തള്ളി ഹൈക്കോടതി. AI ക്യാമറയിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീഷിനും രമേശ് ചെന്നിത്തല MLA നൽകിയ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. ക്യാമറ സ്ഥാപിച്ചതിൽ അഴിമതി ആരോപിച്ചായിരുന്നു ഹർജി. എന്നാൽ സർക്കാർ നിലപാടിന് കോടതിയുടെ അംഗീകാരം ലഭിക്കുകയായിരുന്നു. തെളിവില്ലെന്ന് കോടതി പറഞ്ഞു.
യാതൊരു തെളിവും ഹാജരാക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞില്ല. കരാറിൽ കോടതി ഇടപെടുന്നില്ല എന്നും അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത്.